ഹലോ മച്ചാന്മാരെ, എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ കുറേ നാളുകൾക്ക് ശേഷം വീണ്ടും ഞാൻ എൻ്റെ വ്ളോഗ് സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ നമ്മൾ വെക്കേഷന് വന്ന സമയത്ത് ഞാൻ യാദൃശ്ചികമായി ഈ കോതമംഗലം പോകാനിടയുണ്ടായി. അപ്പോൾ അവിടെ വെച്ചിട്ടാണ് ഇങ്ങനെ ഒരു സ്ഥലം, അയ്യപ്പൻമുടി എന്ന് പറയുന്നൊരു സ്ഥലത്തെക്കുറിച്ച് ഞാൻ കേൾവിപ്പെട്ടത്. അപ്പോൾ ഇത് പറയുകയാണെങ്കിൽ നമുക്കൊരു ക്ഷേത്രമാണ്, ഒരു പാറക്കുന്നിൻ്റെ മുകളിൽ സ്ഥിതി ചെയ്യുന്നൊരു അയ്യപ്പ ക്ഷേത്രമാണിത്. അയ്യപ്പ ക്ഷേത്രം എന്നതിലുപരി നമുക്ക് നല്ലൊരു ടൈം സ്പെൻഡിങ് ലൊക്കേഷൻ കൂടിയാണ്. അത്യാവശ്യം നമുക്കിവിടെ നിയർ ബൈ ആളുകളാണെങ്കിലും ദൂരെ നിന്നൊക്കെ ഇതിനെക്കുറിച്ച് അറിയാവുന്നവരൊക്കെ ഇത് അന്വേഷിച്ച് വന്ന് കയറി പോകുന്നുണ്ട്. അപ്പോൾ ഈ ലൊക്കേഷൻ നമുക്ക് പ്രോപ്പറായിട്ട് വരുന്നത് കോതമംഗലം. അതാണ് കോതമംഗലം ടൗണിൽ നിന്ന് ഏകദേശം ഒരു 8 കിലോമീറ്ററാണ് ഈ പറയുന്ന അയ്യപ്പൻമുടി എന്ന ലൊക്കേഷനിലോട്ട് വരുന്നത്. എക്സാക്റ്റ് ലൊക്കേഷൻ വരുന്നത് കീരാമ്പാറ വന്നാൽ നമുക്ക് അവിടെ നിന്നും ഒരു 2 കിലോമീറ്ററേ ഉള്ളൂ യാത്ര ചെയ്യാനായിട്ട്. അത്യാവശ്യം കാറും ട്രാവലറൊക്കെ വരുന്ന വഴി തന്നെയാണ്. പക്ഷേ നമുക്ക് വണ്ടി പാർക്ക് ചെയ്ത് ഒരു 200-300 മീറ്റർ നടക്കാനായിട്ടുള്ള ഒരു സ്പേസ് ഉണ്ട്. കാരണം ഇങ്ങോട്ട് വണ്ടിയൊന്നും വരില്ല. അപ്പം അതിൻ്റെ സൈഡിൽ താഴേക്ക് ആയിട്ട് വണ്ടി പാർക്ക് ചെയ്യാനുള്ള സൗകര്യങ്ങളുണ്ട്. പിന്നെ ഇവിടെ പ്യുവർലി ഒരു പ്ലാസ്റ്റിക് ഫ്രീ ആയിട്ടുള്ള ഒരു ഏരിയയാണ്. ഇതൊരു ക്ഷേത്രമാണ്. അപ്പോൾ അതിൻ്റേതായ ഒരു ചിട്ടകളും കാര്യങ്ങളൊക്കെ നമ്മൾ പാലിച്ചിട്ട് വേണം ഇവിടെ വരാനായിട്ട്. അപ്പോൾ ഇവിടെ ഇപ്പോൾ ക്ഷേത്രത്തിൻ്റെ പണികളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതിൻ്റെ കൂടുതൽ വീഡിയോസും കാര്യങ്ങളും നമുക്ക് എടുക്കാൻ പറ്റിയിട്ടില്ല. പരമാവധി ഇവിടെ ഈ ലൊക്കേഷനെ കുറിച്ചുള്ള വീഡിയോസ് എല്ലാം ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമുക്ക് മോർണിംഗ് ആണെങ്കിലും ഈവനിങ് ആണെങ്കിലും വന്ന് അത്യാവശ്യം നല്ലൊരു വൈബ് ഇവിടെ കിട്ടും. കാരണം ഈവനിങ് ആണെങ്കിൽ നമുക്കൊരു സൺസെറ്റ്, നല്ലൊരു ലൊക്കേഷനാണ് ഇവിടെ സൺസെറ്റ് എടുക്കാൻ. അപ്പോൾ കൂടുതൽ ആൾക്കാർ ഈവനിങ് ആണ് വന്ന് പോകുന്നത്. കാരണം ആ ഒരു സൺസെറ്റും കാര്യങ്ങളും, നല്ല ഒരു കാറ്റും, പിന്നെ നമ്മൾ മൂവിലൊക്കെ കാണുന്ന ഒരു ലൊക്കേഷനും കാര്യങ്ങളും നല്ലൊരു എക്സ്പീരിയൻസ് തന്നെയായിരുന്നു. അപ്പോൾ അയ്യപ്പൻമുടി എന്ന് പറയുന്ന ലൊക്കേഷനാണിത്. അപ്പോൾ നിങ്ങൾ കോതമംഗലം, എറണാകുളം ഈ ലൊക്കേഷനിലൊക്കെ ഉള്ളവരാണെങ്കിൽ ഈ റൂട്ട് വരിക എന്നുണ്ടെങ്കിൽ ഇതെന്തായാലും മിസ് ചെയ്യേണ്ട. നിങ്ങൾക്ക് നല്ലൊരു വർത്തി എക്സ്പീരിയൻസ് ആയിരിക്കും. നമുക്ക് എന്തായാലും ഒരു ഫാമിലി ആയിട്ടാണെങ്കിലും ഇപ്പോൾ കപ്പിൾസൊക്കെ ആണെങ്കിലും വന്നൊന്ന് ചില്ലൗട്ട് ചെയ്യാൻ പറ്റിയൊരു സ്ഥലമാണ്. പിന്നെ കുറച്ച് ഏജ്ഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് ഇതിൻ്റെ മുകളിലോട്ട് എത്തിപ്പെടാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും. ഒരു 50-60 വയസ്സൊക്കെ ഉള്ളവരൊക്കെ ആണെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും മുകളിൽ എത്തിപ്പെടാനായിട്ട്. പിന്നെ വരുമ്പോൾ നമ്മുടേതായ സേഫ്റ്റി നോക്കുക. അത്ര വലിയൊരു കയറ്റോ കാര്യങ്ങളൊന്നുമില്ല, എന്നാലും നമ്മൾ ഇങ്ങനത്തെ ലൊക്കേഷനിൽ വരുമ്പോൾ നമ്മുടേതായ സേഫ്റ്റി കാര്യങ്ങൾ നോക്കുക. എന്തായാലും വീഡിയോസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നല്ല നല്ല യാത്രാ വീഡിയോസായിട്ട് എന്തായാലും ഞാൻ ഇനിയും വരും. അപ്പോൾ എന്തായാലും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, മിസ്റ്റർ KL42. വീഡിയോസൊക്കെ ഒന്ന് ലൈക്ക് ചെയ്യുക. ആ സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് വരും. അപ്പോൾ എന്തായാലും നമുക്ക് അടുത്ത വീഡിയോസിൽ കാണാം. എല്ലാവരും വീഡിയോസ് എൻജോയ് ചെയ്യുക.